തലസ്ഥാന ജില്ലയ്ക്ക് വൻ വികസന കുതിപ്പ് നൽകേണ്ട കപ്പൽ നിർമ്മാണശാല പദ്ധതിയോട് മുഖം തിരിച്ച കേരളം. സ്ഥലം കണ്ടെത്താനായി കേന്ദ്ര തുറമുഖ മന്ത്രാലയം നൽകിയ കത്തിൽ മറുപടി നൽകാതെ സർക്കാർ. സംസ്ഥാന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്ന പദ്ധതിക്കായി മുന്നിട്ടിറങ്ങി 3 സംസ്ഥാനങ്ങൾ. സർക്കാർ അനാസ്ഥ മൂലം ഇല്ലാതാകുന്നത് കോടാനുകോടികൾ ഒഴുകിയെത്തുന്ന വമ്പൻ പദ്ധതി. ജനം ബ്രേക്കിംഗ്. ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ കപ്പൽ നിർമ്മാണം ആരംഭിക്കുന്നതിനു വേണ്ടി നിക്ഷേപങ്ങൾ നടത്താൻ ധാരണയായി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടാണ് തീരപ്രദേശമുള്ള 9 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര തുറമുഖ മന്ത്രാലയം കത്തെഴുതിയത്. കപ്പൽ നിർമ്മാണശാലകൾ ആരംഭിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി താൽപര്യം പ്രകടിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിമാരോട് അറിയിച്ചു. കേരളം ഒഴികെയുള്ള 3 സംസ്ഥാനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറുപടി നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2011 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഏറ്റവും അനുയോജ്യ സ്ഥലമായി കണ്ടെത്തിയിട്ടുള്ളത് പൂവാറാണ്. വിഴിഞ്ഞത്ത് നിന്നും 13 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന പൂവാറിൽ ഒരു കപ്പൽ നിർമ്മാണശാല വന്നുകഴിഞ്ഞാൽ സാമ്പത്തികമായി സംസ്ഥാനത്തിനത് വലിയ നേട്ടമാകും. എന്നാൽ ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം കപ്പൽ നിർമ്മാണത്തിന്റെ പ്രാരംഭമായ സംഭവവികാസങ്ങൾ തിരുവനന്തപുരത്ത് നടന്നു കഴിഞ്ഞു. MSC റോസ് എന്ന കണ്ടെയ്നർ കപ്പലിനു വേണ്ടി ബാർഡ് ഫെൻസിംഗ് നിർമ്മാണമാണ് നടന്നത്. പൈറസിയിൽ നിന്നും കപ്പലിനെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിക്കുന്ന കവചം. ഇതിനായി വാട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് എന്ന കമ്പനിയാണ് സാധനങ്ങൾ എത്തിച്ചു കൊടുത്തത്. ഇത് വലിയൊരു സാധ്യതയാണ്. കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്ക് മറുപടി നൽകിയാൽ തലസ്ഥാനത്ത് ഒരു കപ്പൽ നിർമ്മാണശാല കൂടി ഉയർന്നു വരും. ജനം, തിരുവനന്തപുരം.